എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ വെറുതെ വീട്ടിൽ പോസ്റ്റ് അടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചൊന്ന് കറങ്ങാൻ പോയാലോ എന്ന്. അപ്പോൾ പിന്നെ കുടുംബം അടക്കം ഞങ്ങൾ ഇറങ്ങി കേട്ടോ. വേറെ എങ്ങുമല്ല പോയത്, ശിശിലേശ്വര ടെമ്പിളിൽ മീൻ കാണാനാട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോഴേ എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. അങ്ങനെ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ കയറി. നെല്ലിയാടിയിലെ മിലൻ ഹോട്ടൽ നിന്നാട്ടോ. അപ്പോൾ എല്ലാവർക്കും ബിരിയാണി റൈസ് വാങ്ങിച്ചു, പിന്നെ സലാഡും അച്ചാറും, പിന്നെ കുറച്ച് 6 പീസ് കബാബും കൂടെ ഓർഡർ ചെയ്തിട്ടോ. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ. അപ്പോൾ ഞങ്ങൾ എപ്പോൾ നെല്ലിയാടി പോയാലും ഞങ്ങൾ ആ ഹോട്ടലിൽ നിന്ന് കേട്ടോ കഴിക്കാറുള്ളൂ. നല്ല ഫുഡാണ് അവിടുത്തെ. അപ്പോൾ ബിരിയാണി ചോറും കബാബുമാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ പോയത് ശിശിലേശ്വര ടെമ്പിളിലേക്ക് കേട്ടോ. അവിടെ ഒത്തിരി മീനൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അവിടെ എത്താറായിട്ടോ ഞങ്ങൾ. പിന്നെ ഇതാണ് കേട്ടോ ശിശിലേശ്വര ടെമ്പിളിൽ പോണത്. അവിടെ ചെന്ന് നേരത്തേക്ക് അവിടെ മീനിന് പൊരിയാട്ടോ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ മലനാട് സൈഡിലൊക്കെ മണ്ടയ്ക്ക് എന്ന് പറയും കേട്ടോ. ഇപ്പോൾ സൗത്ത് കേരള സൈഡിലൊക്കെ അതിന് പൊരി എന്ന് പറയും. ഇപ്പോൾ പൊരിയില്ല കേട്ടോ, അരിയാട്ടോ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അരി ഇട്ട് കൊടുക്കുമ്പോൾ നിറയെ മീനുകൾ ഇങ്ങനെ വെള്ളത്തിൽ കൂടും കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നേരത്തെ ഒത്തിരി മീനുണ്ടായിരുന്നു. 2 വർഷം മുന്നേ ഞങ്ങൾ പോയതാട്ടോ. അതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ പോണത്. അതിന് ശേഷം അവിടെ നിന്ന് മീനൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളിത് തിരിച്ച് വീട്ടിൽ പോവാട്ടോ. അപ്പോൾ സൗത്ത് കേരളയ്ക്ക് വരുന്നവർ പോയി കാണാൻ പറ്റിയ സ്ഥലമൊക്കെയാണ് കേട്ടോ. വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. പിന്നെ വരുന്ന കഴിക്കുക കുറേ മാങ്ങയൊക്കെ കിട്ടിയിട്ടോ, കാട്ടുമാങ്ങ. അവിടെ നിന്ന് അതൊക്കെ പറിക്കൊണ്ട് കഴിച്ചുകൊണ്ട് വന്നിട്ടോ. പിന്നെ പെരുശാന്തി എത്താറായപ്പോൾ എൻ്റെ കണ്ണിൽ സാധനം പെട്ടു. എൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഞാനങ്ങനെ ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനും, അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ അളിയൻ ഫുൾ ജാർ സോഡ വേണമെന്ന് പറഞ്ഞാൽ പുള്ളി ഫുൾ ജാർ സോഡയൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. മാംഗോ ഫ്ലേവറാണ് കേട്ടോ. ഞാനും കുറച്ച് കുടിച്ചു, പക്ഷെ നല്ല എരിവായിരുന്നു കേട്ടോ. ഇതാട്ടോ ഞാൻ കഴിച്ച സാധനം. എന്താ സംഭവം എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.